നിക്കാഹ് അഥവാ കല്യാണം കഴിക്കുക എന്ന ആ മഹത്തായ കാര്യം എവിടെ വെച്ചായിരിക്കണം, ഏത് ദിവസവും ഏത് സമയത്തായിരിക്കണം എന്ന നല്ല നല്ല വിഷയങ്ങൾ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മുടെ വഴികാട്ടികളായ മഹാന്മാരും അയിമത്തും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഫത്ഹുൽ മുഈനിലും ഇമാം ഇബ്നു ജുലൈതമി തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജിലും ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. വയുസന്നു അയ്യകൂനൽ അഖ്ദു ഫിൽ മസ്ജിദി വയൗമൽ ജുമുഅത്തി വഅവ്വലൻ നഹാരി വഫി ശവ്വാൽ. കല്യാണം അഥവാ നിക്കാഹ് കഴിക്കുക എന്ന ആ നല്ലൊരു കാര്യം പള്ളിയിലായിരിക്കണം, വെള്ളിയാഴ്ച ദിവസത്തിലായിരിക്കണം, പ്രഭാത സമയത്ത് അതിരാവിലെ ആയിരിക്കണം, ശവ്വാൽ മാസത്തിലായിരിക്കണം. ഇതൊക്കെ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ചു തരികയാണ്. കൂട്ടത്തിൽ ഇമാം ബഅലവി തങ്ങളുടെ ബിഗയയിലും അതുപോലെ തന്നെ മുഹമ്മദ് നബവി അൽ ജാവ ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനം നിഹായത്തുസ് സൈനിലും അതുപോലെ തന്നെ ഇമാം ശർവാനി തുഹ്ഫയുടെ വ്യാഖ്യാനത്തിലും പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹധർമ്മിണി ആയിഷ ബിയുമായി ബന്ധപ്പെട്ട നിക്കാഹ് നടന്നത് ശവ്വാൽ മാസത്തിലായിരുന്നു. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിയുമായി ബന്ധപ്പെട്ട കല്യാണം നടന്നത് സഫർ മാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ കല്യാണങ്ങളെ സുന്നത്ത് കിട്ടാൻ വേണ്ടി ശവ്വാൽ മാസത്തിൽ തന്നെ നടത്താൻ നോക്കുക. അതിന് കഴിയാത്തവർ സഫർ മാസത്തിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നല്ല വിഷയങ്ങൾക്ക് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.